നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂരിൽ ദേശീയപാത നവീകരണ സ്ഥലത്ത് സുരക്ഷാ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മട്ടലായിൽ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരണപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. അപകടത്തെക്കുറിച്ച് മന്ത്രി AK ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സൈനികർക്കായി കാസർകോട്ടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥന നടത്തിയിരുന്നു. ഹെഡ് ലോഡന്റ് ജനറൽ മസ്തൂർ സംഘ് BMS ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു. BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റിലെ കാസർഗോഡിന്റെ അഭിമാന താരം റെഹാൻ സ്പോർട്സ് ലൈൻ അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ. കാസർഗോഡിന് വേണ്ടി അണ്ടർ-19 നോർത്ത് സോൺ ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ റെഹാൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. റോട്ടറി കാസർഗോഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ കൈമാറും. NA നെല്ലിക്കുന്നം MLA ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ചെറുവത്തൂരിൽ ദേശീയപാത നവീകരണ സ്ഥലത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മുംതാജ് മീറാണ് മരണപ്പെട്ടത്. മട്ടലായി കുന്നിൽ പഴയ ദേശീയപാതയോട് ചേർന്ന് മണ്ണെടുക്കുന്നതിനിടയിലാണ് അപകടം. 2 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിൽ ദേശീയപാതയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ കുന്നിടിഞ്ഞു വീണ് തൊഴിലാളി മരണപ്പെട്ടത് നാടിനെ ഞെട്ടിച്ചു. കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മുംതാജ് മീറാണ് മരണപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊൽക്കത്ത സ്വദേശികളായ മുന്നാൽ ലസ്കർ, മോഹൻ തേജർ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ ആദ്യം ചെറുവത്തൂർ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. തിങ്കളാഴ്ച രാവിലെ 10:20 പഴയ ദേശീയപാതയെ പുതിയ പാതയുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിൻ്റെ സുരക്ഷാഭിത്തി നിർമ്മിക്കുന്ന ഭാഗത്തെ ചരൽ മൺതിട്ട തകർന്ന് താഴെ കമ്പി കെട്ടി ഉറപ്പിക്കുന്ന തൊഴിലാളികൾക്ക് മേൽ പതിക്കുകയായിരുന്നു. सिर्फ उसका पैर में लगा था, उसको पहले ही एडमिट कर दिया था. मैं आने के टाइम उसको लेके आ रहा था, उसके बाद उसको निकाला आउट किया. इतना तक वो दबा हुआ था और एक आदमी अंदर ही था. JCB से मिट्टी हटाया, उसके बाद उसको निकाला. तो JCB से जब सिर्फ 3 लोग थे. वो भी बोल रहा है इसका वो आदमी छुट्टी पे था, नया है, 10 दिन भी नहीं हुआ आने से. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പോലീസും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ചരൽക്കൂനയ്ക്കുള്ളിൽ കുരുങ്ങിയവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ മുംതാജ് മീർ മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേശീയപാത നവീകരണ പ്രവൃത്തിക്കിടയിൽ കുന്നിടിഞ്ഞു വീണ് ഒരു തൊഴിലാളി മരിക്കാനും 2 പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ മട്ടലായിൽ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി എന്നിവർ സന്ദർശിച്ചു. മട്ടലായിൽ ദേശീയപാത നവീകരണത്തിന് കുന്നിൻ മുകളിലേക്ക് 20 മീറ്റർ കൂടുതൽ അക്വയർ ചെയ്ത് അപകടമൊഴിവാക്കി പ്രവൃത്തി തുടരാൻ നടപടി കൈക്കൊള്ളുമെന്ന് കളക്ടർ പറഞ്ഞു. ദേശീയപാത 66 നിർമ്മാണത്തിനിടെ മട്ടലായി കുന്നിൽ അപകടമുണ്ടായി ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പ്രദേശം ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് കർ തുടങ്ങിയവർ സന്ദർശിച്ചു. അപകടം നടന്ന പ്രദേശം സന്ദർശിച്ച് പരിശോധന നടത്തി വിദഗ്ധ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതുവരെ അപകടം നടന്ന സ്ഥലത്ത് പാർശ്വ റോഡ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവയ്ക്കാനും കളക്ടർ നിർദ്ദേശിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകി റോഡ് നിർമ്മാണം നടത്തുന്നതിന് ദേശീയപാത അതോറിറ്റി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ചെറുവത്തൂർ മട്ടലായിയിൽ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരണപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. അപകടത്തെക്കുറിച്ച് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു. അടിയന്തര നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. രാവിലെ 10:20ഓടെയാണ് മട്ടലായിയിൽ നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു തൊഴിലാളി മരണപ്പെടുവാനും 2 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുവാനും ഇടയായ അപകടത്തെക്കുറിച്ച് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു. അടിയന്തര നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. അപകടത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും സംസാരിച്ച മന്ത്രി അന്വേഷണം നടത്തുവാൻ പോലീസിനോട് നിർദ്ദേശം നൽകി. സ്ഥലം സന്ദർശിക്കുന്നതിന് ജില്ലാ കളക്ടറോടും മന്ത്രി നിർദ്ദേശിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ കാര്യംകോട് മുതൽ ചെറുവത്തൂർ മട്ടലായി വരെ ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ. അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതാണ് ഇവിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്നത്. ചെറുവത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ദേശീയപാതയിലെ 2 ഇടങ്ങളിലാണ് കുന്നുകളിടിച്ച് പാത നവീകരണം നടത്തിവരുന്നത്. വീരമലക്കുന്നിന്റെ താഴ്വാരത്തെ ഏതാണ്ട് 3/4 കിലോമീറ്റർ നീളത്തിലാണ് കുന്നിടിച്ച് പുതിയ പാത നിർമ്മാണം നടന്നുവരുന്നത്. തൊട്ടടുത്ത ഞാണങ്കൈ മട്ടലായി കുന്നിന്റെ താഴ്വാരത്താകട്ടെ 200 മീറ്റർ നീളത്തിലാണ് നവീകരണം നടത്തുന്നത്. ദേശീയപാത ദിശ മാറ്റിയ വേളയിൽ തന്നെ നാട്ടുകാർ 2 പ്രദേശങ്ങളിലും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും തൃപ്തികരമായ ഇടപെടൽ നടന്നില്ലെന്ന ആക്ഷേപമുണ്ട്. കുന്നിടിച്ച് തട്ടുകളായി തിരിച്ച് സിമന്റ് തേച്ചുറപ്പിക്കുന്ന രീതിയാണ് നടത്തിയിട്ടുള്ളത്. താഴെ സ്റ്റീൽ ഉപയോഗിച്ച് കമ്പികൾ കുഴിയിൽ നിർത്തി കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാ ഭിത്തി കെട്ടിയുറപ്പിക്കുകയാണ് ചെയ്തു വരുന്നത്. താഴെ തൊഴിലെടുക്കുന്നവരുടെ മുകളിലേക്ക് തരംതിരിച്ച തട്ടിന്റെ ഉൾഭാഗം തകർന്നു വീണാണ് തിങ്കളാഴ്ച രാവിലെ അപകടമുണ്ടായത്. 2 ദിവസവും ചെറുതായി രാത്രി പെയ്ത മഴവെള്ളം ഒലിച്ചിറങ്ങിയത് ഉറച്ച ചരൽത്തട്ട് തകർന്നു വീഴുവാൻ കാരണമായതെന്നാണ് കരുതുന്നത്. തൊട്ടടുത്ത ഭാഗങ്ങളിൽ മൺതിട്ട വീണ്ടുകീറി നിൽക്കുന്നത് ഇത് ഉറപ്പിക്കുന്ന തരത്തിലാണ്. ദേശീയപാത നിർമ്മാണം നടന്നുവരവേ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കനത്ത മഴയിൽ ചെറുവത്തൂർ വീരമല കുന്നിടിഞ്ഞ് പാതയിലേക്ക് പാറക്കല്ലുകളും ചരൽക്കൂനയിൽ വെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ അശാസ്ത്രീയമായ കുന്നിടിക്കലിൽ നിർമ്മാണ കരാർ കമ്പനി പിഴയൊടുക്കേണ്ടി വന്നിരുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഒന്നടങ്കം ചെറുവത്തൂരിലെത്തുകയും ദിവസങ്ങളോളം ദേശീയപാത അടച്ചിടുകയും ചെയ്തിരുന്നു. മറ്റൊരു മഴക്കാലം തുടങ്ങും മുൻപ് ഞാണങ്കൈ മട്ടലായി കുന്നിടിഞ്ഞ് ഒരു തൊഴിലാളി മരിക്കുവാനും മറ്റ് 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുവാനും ഇടയായ സംഭവത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിലും സുരക്ഷ ഉറപ്പുവരുത്തിയും മാത്രമേ നടത്താവൂ എന്ന അഭിപ്രായവും ശക്തമാണ്. മട്ടലായിക്കുന്നിൽ ഉയരം കൂടിയ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും യാത്ര പോകുമ്പോൾ വാഹനത്തിൻ്റെ ആളുകളുടെ മുകളിലേക്ക് ചെരിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായി അതിൻ്റെ ഹൈറ്റ് കുറക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കുക. അത് മാത്രമല്ല, ആ കുന്നിൻ്റെ മുകളിലാണ് 3 പീസ് ലൈൻ പോലും കടന്നു പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക. ഹൈറ്റ് കുറച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ സർവീസ് റോഡ് പുനരാരംഭിക്കുക. ആവശ്യമായ സ്ഥലം ആവശ്യമായ അത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്ത് കൊണ്ട് മാത്രമേ സർവീസ് റോഡ് ആരംഭിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തീർച്ചയായും ജനങ്ങൾക്കിടെ ജീവന് ഭീഷണിയായിരിക്കുന്ന ഇത്തരം സർവീസ് റോഡിൻ്റെ നിർമ്മാണം അടിയന്തരമായി നിർത്തിവെക്കണം. അതിൻ്റെ ആവശ്യമായ സുരക്ഷിതത്വം ഏർപ്പെടുത്തി വിദഗ്ധ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ സർവീസ് റോഡ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മുൻകൂട്ടി ഈ ഒരു വിഷയം ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഏറ്റവും ഭീഷണിയായ രീതിയിലാണ് ആ കുന്നിവിടെ നിലനിൽക്കുന്നത്. അത് ഇനി മഴ വരാൻ, ജൂൺ മാസം മഴ വരാൻ പോവുകയാണ്. അടുത്തൊരു മഴക്ക് കുന്ന് പൂർണ്ണമായും നമ്മളെ ചെറുവത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 കുന്നുകൾ, ഒന്ന് വീരമലക്കുന്നും ഒന്ന് മട്ടലായി, ഇത് ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിലുണ്ട്. എങ്കിലും ഇനി താൽക്കാലികമായി ആ പ്രവർത്തനം അവിടെ നിർത്തിവെച്ച് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടതിന് ശേഷം മാത്രം തുടർ പ്രവർത്തനം നടത്തുന്ന രീതിയിലേക്ക് അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. അതേസമയം ശാസ്ത്രീയമായും സാങ്കേതികമായും നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ മാത്രമേ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയുള്ളൂവെന്നും അപകടം സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന്റെ സുരക്ഷാ ഓഫീസർ അബ്ദുൽ നിസാർ പറഞ്ഞു. എല്ലാ രീതിയിലും തന്നെ അത് ഇനിയൊരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് അപകടം ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത് പഠിക്കും. ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാനുള്ള സംഭവം നടത്തും. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊന്നും ഇങ്ങനെ ഒരു മുൻകരുതലെടുക്കാതെ ഉണ്ടാകും ചെയ്ത് എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ മുൻകരുതലോടും കൂടി തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇതിലൊരു 3 ടയർ സൂപ്പർവൈസറി സിസ്റ്റം തന്നെയുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളും ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല.
ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സൈനികർക്കായി കാസർകോട്ടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥന നടത്തിയിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിൽ നടന്ന വിശേഷ പ്രാർത്ഥനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. തുടർന്ന് അതിർത്തിയിൽ പാക് പ്രകോപനമുണ്ടാകുകയും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും അതിർത്തി അസ്വസ്ഥമാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുക്കുന്ന സൈന്യത്തിനായി രാജ്യം മുഴുവനായും പ്രാർത്ഥനയിലാണ്. സൈനികർക്ക് വേണ്ടി രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷ പ്രാർത്ഥനകൾ നടത്തി. കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം രാത്രി 8 മണിക്കാണ് പ്രാർത്ഥന നടത്തിയത്. കാസർകോട്ടെ ക്ഷേത്രങ്ങളിലും കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനകൾ നടന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിൽ നടന്ന വിശേഷ പ്രാർത്ഥനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. कामितार्थप्रदाने श्रीमन्नाथाय श्रीनिवासाय नमः। लोकाभिरामं श्रीरामं भूयो भूयो नमामि। नरसिंहं भीषणं ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി കെ ജഗദീഷ് കാമത്ത്, ട്രസ്റ്റിമാരായ സി രവിശങ്കർ കാമത്ത്, കെ ഗണേഷ് പ്രഭു എന്നിവർ നേതൃത്വം നൽകി. ഭാരതാംബയ്ക്കായുള്ള വിശേഷ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായി നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡിന് പുറമെ മഞ്ചേശ്വരം, ഹൊസ്ദുർഗ് ക്ഷേത്രങ്ങളിലും വിശേഷ പ്രാർത്ഥനകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMS ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. BMS സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ചുമട്ട് തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. जय जय BMS, जय जय भारत माता, जय जय भारत माता, जय जय जिला सम्मेलन, जय जय जिला सम्मेलन, जय जय BMS, जय जय BMS, जय जय BMS. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് ജില്ലാ സമ്മേളനം BMS സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. സാധാരണ നിർമ്മാണ തൊഴിലാളി മുതൽ ചുമട്ട് തൊഴിലാളി മുതൽ സർക്കാർ ജീവനക്കാരായ തൊഴിലാളികൾ ഇത്രത്തോളം വെറുത്ത ഒരു സർക്കാർ ഇന്ന് വരെയുള്ള EMS മുതൽ പിണറായി വിജയൻ വരെയുള്ള തൊഴിലാളികളിൽ ഏറ്റവും തൊഴിലാളി വിരുദ്ധനായ സർക്കാരാണ് ശ്രീ പിണറായി വിജയൻ. ഈ ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ഇവിടെ ഒരു സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് കേരളത്തിൽ തൊഴിലാളികളോട് ഉത്തരവാദിത്തപ്പെട്ട ഒരേ ഒരു തൊഴിലാളി സംഘടന ഭാരതീയ മസ്ദൂർ സംഘം മാത്രമാണ്. ഈ കേരളത്തെ തൊഴിലാളികൾക്ക് ആശാ കേന്ദ്രമായി മാറാൻ ഭാരതീയ മസ്ദൂർ സംഘത്തിന് മാത്രമേ സാധിക്കൂ. നാം അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് ജില്ലാ അധ്യക്ഷൻ KV ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ദിലീപ് ഡിസൂസ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലീലാകൃഷ്ണൻ മുള്ളേരിയ, ഗുരുദാസ് ചേനക്കോട്, പ്രദീപ് കേളോത്ത്, ഹരീഷ് കുതിരപ്പാടി എന്നിവർ സംസാരിച്ചു. BMS സംസ്ഥാന സമിതി അംഗം VB സത്യനാഥ് സമാരോപ പ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ ഭാസ്കരൻ ചെമ്പിലോട്ട്, അനീഷ് മടിക്കെ, ജിതിൻ ബാബു നീലേശ്വരം, ലോകേഷ് കാസർഗോഡ്, ഉമേഷ് മാന്യ, സൂര്യനാരായണ കുബണൂർ, കുഞ്ഞികൃഷ്ണൻ മാവുങ്കാൽ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ദിനേശ് ബംബ്രാണ സ്വാഗതവും രവി ബദിയെടുക്ക നന്ദിയും പറഞ്ഞു. 26A കാർഡുള്ള തൊഴിലാളികൾ ചെയ്യേണ്ട ജോലി അന്യസംസ്ഥാന തൊഴിലാളികൾ തുച്ഛമായ വേതനത്തിന് ചെയ്യുന്നതിനാൽ ഈ വിഭാഗം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്നും ഇതിനുവേണ്ട നടപടികൾ കേരള സർക്കാർ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗത്തിൽ 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KV ബാബു, ജനറൽ സെക്രട്ടറിയായി P ദിനേശ് ബംബ്രാണ, ട്രഷററായി ദിലീപ് ഡിസൂസ എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി സദാശിവ മുള്ളേരിയ, ഭാസ്കര ചെമ്മിലോട്, ഉമേഷ് മാന്യ, രവി ബദിയെടുക്ക, തങ്കച്ചൻ പാണത്തൂർ, ജോയിന്റ് സെക്രട്ടറിമാരായി അനീഷ് പറക്കളായി, രഞ്ജിത്ത് കാസർഗോഡ്, സൂര്യനാരായണ കുബണൂർ, ഭാസ്കര പൊയ്നാച്ചി, ജിതിൻ ബാബു എന്നിവരെയും കൂടാതെ 9 അംഗങ്ങളടങ്ങിയ പുതിയ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു.
ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ക്രിക്കറ്റിലെ കാസർഗോഡിന്റെ അഭിമാന താരം റഹാൻ സ്പോർട്സ് ലൈൻ അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ. കാസർഗോഡിന് വേണ്ടി അണ്ടർ-19 നോർത്ത് സോൺ ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ റഹാൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കണ്ണൂരിനെതിരെ വെടിക്കെട്ട് സെഞ്ചുറിയും റഹാൻ നേടിയിരുന്നു. ഈ മികവുകളാണ് റഹാന് അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വഴി തുറന്നത്. ക്രിക്കറ്റ് ലോകത്തെ മികച്ച പ്രതിഭകൾക്ക് പേരുകേട്ട കാസർഗോട്ട് നിന്നും മറ്റൊരു താരം കൂടി ഉയർച്ചകളുടെ പടവുകൾ കീഴടക്കുന്നു. കാസർഗോഡിൻ്റെ ക്രിക്കറ്റ് കളിക്കളങ്ങളിൽ ഒരു കാലത്ത് ആവേശത്തിരയിളക്കിയ നാച്ചു സ്പോർട്സ് ലൈനിൻ്റെ മകൻ റഹാൻ സ്പോർട്സ് ലൈനാണ് ക്രിക്കറ്റ് ലോകത്തെ കാസർഗോഡിൻ്റെ പുതിയ താരോദയമാകുന്നത്. 16 വയസ്സുകാരനായ റഹാൻ അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി കാസർഗോഡിൻ്റെ യശസ് വാനോളമുയർത്തിയിരിക്കുകയാണ്. കാസർഗോഡിന് വേണ്ടി അണ്ടർ-19 നോർത്ത് സോൺ ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ റഹാൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കരുത്തരായ കണ്ണൂരിനെതിരെ വെടിക്കെട്ട് സെഞ്ചുറിയും നേടിയിരുന്നു. 95 ബോളിലാണ് റഹാൻ സെഞ്ചുറി നേടിയത്. 8 ഫോറുകളുടെയും 8 സിക്സറുകളുടെയും അകമ്പടിയോടെ 101 റൺസ് നേടിയ ഈ പ്രകടനം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. റഹാന്റെ മികവിൽ ആ മത്സരത്തിൽ കാസർഗോഡിന് 1-ാം ഇന്നിംഗ്സ് ലീഡും 3 പോയിന്റ് നേട്ടവും ലഭിച്ചു. തുടർ മത്സരങ്ങളിലും എതിരാളികൾ റഹാന്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു. കോഴിക്കോടിനെതിരെ 32 റൺസും മലപ്പുറത്തിനെതിരെ 36 റൺസും റഹാൻ നേടി. ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിങ്ങിലും താരം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്പിൻ ബോളിങ്ങിലൂടെ എതിർ ടീമുകളിൽ ആഘാതമേൽപ്പിക്കുവാൻ കാസർഗോഡൻ പോരാളിക്ക് സാധിച്ചു. ഈ മികവുകളെല്ലാമാണ് റഹാന് അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വഴി തുറന്നത്. സമീപകാലത്തെ കാസർഗോഡൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രതിഭയാണ് റഹാൻ സ്പോർട്സ് ലൈൻ. കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഫോം നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നതാണ് റഹാന്റെ പ്രത്യേകത. പിതാവ് നാച്ചു സ്പോർട്സ് ലൈനിൻ്റെ പരിശീലനവും നിർദ്ദേശങ്ങളും പിന്നെ കഠിനാധ്വാനവുമാണ് റഹാനെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ കരുത്തനാക്കുന്നത്. അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയതിലൂടെ കാസർഗോഡിൻ്റെ അഭിമാന താരമായിരിക്കുകയാണ് റഹാൻ. 19 വയസ്സ് വരെയുള്ളവരുടെ മത്സരത്തിൽ വെറും 16-കാരനായ റഹാൻ കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ ആവേശം നിറഞ്ഞതാണ്. അണ്ടർ-19 തന്നെ ഇനിയുമേറെ സമയവും സാധ്യതകളും റഹാനെ കാത്തിരിക്കുന്നു. വരും നാളുകളിൽ ഈ കൗമാരക്കാരൻ ക്രിക്കറ്റ് ലോകത്ത് തീർക്കുന്ന വിസ്മയ പ്രകടനം കാണുവാനുള്ള കാത്തിരിപ്പിലാണ് കാസർഗോട്ടെ ക്രിക്കറ്റ് പ്രേമികൾ. റഹാന് പുറമെ കാസർഗോഡ് ടീമിലെ ആശിഷ് മണികണ്ഠനും അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് ബൗളിംഗ് പ്രകടനങ്ങളാണ് ആശിഷിന് തുണയായത്. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തെ മണികണ്ഠൻ കൂക്കലിൻ്റെ മകനായ ആശിഷ് മണികണ്ഠൻ അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലെ മറ്റൊരു കാസർഗോഡൻ കരുത്താകും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലോക മാതൃദിനത്തിൽ തൃക്കരിപ്പൂർ ഈയക്കാട് സായി പ്രേമകുടീരത്തിലെ അമ്മമാരെ ഒരുമിച്ച് ചേർത്ത് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1973 SSLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ. അമ്മമാർക്കൊപ്പം പാട്ടുപാടിയും മാജിക് അവതരിപ്പിച്ചും സദ്യയുണ്ടും SSLC ബാച്ചിലെ 40ഓളം പേരാണ് മാതൃദിനം നിറമുള്ളതാക്കിയത്. അമ്മമാരുൾപ്പെടെയുള്ള രക്ഷിതാക്കളെ കാണപ്പെടുന്ന ദൈവങ്ങളായി കരുതണമെന്നും അവരെ പരിചരിക്കുക എന്നത് പുണ്യമാണെന്നുമുള്ള തിരിച്ചറിവിലാണ് 65 വയസ്സ് പിന്നിട്ടവർ ഉൾക്കൊള്ളുന്ന SSLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ മാതൃദിനാചരണത്തിനെത്തിയത്. അമ്മമാർക്ക് പുതുവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഉപഹാരങ്ങൾ നൽകി. അമ്മമാരെ പരിചരിക്കുന്ന സായി പ്രേമ കുടീരത്തിന്റെ ഭാരവാഹികൾക്ക് SSLC ബാച്ചിന്റെ ധനസഹായവും കൈമാറി. 10ാം തരം പരീക്ഷ കഴിഞ്ഞ് 50 വർഷം പിന്നിട്ടാണ് 2 വർഷം മുൻപ് ബാച്ച് രൂപീകരിച്ചത്. ഈയക്കാട് സായി പ്രേമ കുടീരത്തിൽ നടന്ന മാതൃദിന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു ചാരിറ്റി പ്രവർത്തനമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇബാദത്തായി, ഒരു സേവനമായി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന സായി സംഘടനയും അതോടൊപ്പം ഇത്തരം പ്രവർത്തനത്തെ നേരിട്ട് നോക്കിക്കാണാനും അത് മനസ്സിലാക്കാനും അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനായി സമയം കണ്ടെത്തിയ എൻ്റെ മുതിർന്ന ജ്യേഷ്ഠന്മാരോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിൽ പ്രസിഡന്റ് K പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, CH സെന്റർ ചെയർമാൻ MAC കുഞ്ഞബ്ദുള്ള ഹാജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡോക്ടർ R സതീഷ് കുമാർ, പഞ്ചായത്ത് അംഗം KV രാധ, സായി പ്രേമകുടീരം സെക്രട്ടറി K ജനാർദ്ദനൻ, SSLC ബാച്ച് സെക്രട്ടറി KP ജയചന്ദ്രൻ, VP ഹരിദാസ് എന്നിവർ സംസാരിച്ചു. KBR കണ്ണൻ മാജിക് അവതരിപ്പിച്ചു. ME ശുഭലത ഗാനങ്ങൾ ആലപിച്ചു.
ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. റോട്ടറി കാസർഗോഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായി ജനറൽ ആശുപത്രിയിലേക്ക് മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ കൈമാറും. ചൊവ്വാഴ്ച ജനറൽ ആശുപത്രി പരിസരത്ത് NE നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിനെ പിന്തുണയ്ക്കുന്നതിനായി റോട്ടറി കാസർഗോഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന മൊബൈൽ ബ്ലഡ് ബാങ്ക് വാനിന്റെ കൈമാറ്റ ചടങ്ങ് ആശുപത്രി പരിസരത്ത് ചൊവ്വാഴ്ച NE നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. പരിപാടിയിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാസർഗോഡ് ജില്ലയിലെ ദൂരപ്രദേശങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്താൻ വാഹനം സഹായകമാകുമെന്നും റോട്ടറി അധികൃതർ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ഈ വർഷത്തെ ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റിൽ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിന് ഒരു വാൻ സംഭാവന നൽകുകയാണ്. നമുക്ക് ഏകദേശം 35 ലക്ഷത്തിൻ്റെ ഒരു വാഹനമാണ് നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഇതിനുള്ള ഫ്രീസറും എല്ലാ സൗകര്യങ്ങളും കുറച്ചാൾക്ക് പോകാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കോച്ചസ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം തയ്യാറാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം നമ്മൾ നാളെ 13-ാം തീയതി രാവിലെ 10 മണിക്ക് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് ഇത് ബ്ലഡ് ബാങ്കിന് കൈമാറുന്നതാണ്. റോട്ടറി കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ B. നാരായൺ നായിക്, സെക്രട്ടറി ഡോക്ടർ ഹരിപ്രസാദ് K, സോണൽ കോർഡിനേറ്റർ ഡോക്ടർ രാധാകൃഷ്ണൻ, പബ്ലിക് ഇമേജ് ഡയറക്ടർ ഗോകുൽ ചന്ദ്രബാബു, ക്ലബ് സർവീസ് ഡയറക്ടർ ദിനേശ് MT എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സുവർണ ജൂബിലി സമ്മേളനം മെയ് 16-17 തീയതികളിൽ വ്യത്യസ്ത പരിപാടികളോടെ പാലക്കാട്ട് നടക്കും. സുവർണ ജൂബിലി സമ്മേളനത്തിൽ ജില്ലയിൽ നിന്ന് പ്രതിനിധികളടക്കം 1000 പ്രവർത്തകർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സുവർണ ജൂബിലി സമ്മേളനം 2025 മെയ് 16-17 തീയതികളിൽ വ്യത്യസ്ത പരിപാടികളോടെ പാലക്കാട്ട് നടക്കും. 16-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിനിധി സമ്മേളനത്തോടെ ആരംഭം കുറിക്കും. തുടർന്ന് കർഷക സെമിനാർ, പ്രകടനം, പൊതുസമ്മേളനം എന്നിവ നടക്കുമെന്നും സംസ്ഥാന കൗൺസിലർമാർ പ്രതിനിധി സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യ രാജ്യത്ത് കാർഷിക സമരം വളരെ വലിയ രീതിയിൽ തന്നെ നടന്നു. അതിൻ്റെ എന്തൊക്കെ ഉറപ്പ് കൊടുത്തതല്ലാതെ ഇന്നും അത് നടപ്പിൽ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം നമ്മുടെ ഏറ്റവും ഫിനാൻസ് മേഖല തന്നെ നിലനിർത്തുന്നത്, രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്ന കർഷകരാണ്. അവരെ പിടിച്ചു നിർത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അതിന് തയ്യാറാകുന്നില്ല. ഇതിപ്പോൾ ഇടതുപക്ഷ സർക്കാരാണെങ്കിലും നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരാണെങ്കിലും കർഷകരെ കൈവിട്ട രീതിയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര കർഷക സംഘം എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനത്തെ, അതിൻ്റെ 50 വർഷത്തെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് നിർദ്ദേശിക്കുകയാണ്. സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് E. അബൂബക്കർ ഹാജി, സംഘാടക സമിതി ചെയർമാൻ PM മുനീർ ഹാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അബ്ദുള്ള കുഞ്ഞി ഹാജി, ജനറൽ കൺവീനർ ഇബ്രാഹിം പാലാട്ട്, ജില്ലാ ഭാരവാഹികളായ ഹസൻ നെക്കര, AB ബഷീർ പള്ളങ്കോട്, അബ്ബാസ് ബന്താട്, പ്രചരണ സമിതി ചെയർമാൻ AK ജലീൽ ബേവിഞ്ച എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫ്രണ്ട്സ് പൂവലിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 22 വരെ പൂവലിൽ വെച്ച് നടത്താനിരുന്ന KN ഹനീഫ് മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് മാറ്റിവെച്ചു. 2025 ഡിസംബറിൽ ടൂർണമെന്റ് വീണ്ടും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രണ്ട്സ് പൂവലിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 22 വരെ പൂവലിൽ വെച്ച് നടത്താനിരുന്ന KN ഹനീഫ് മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് മാറ്റിവെച്ചു. ഇന്ത്യൻ ടീമിലേക്കുള്ള ഓപ്പൺ സെലക്ഷന്റെ ഭാഗമായി കളിക്കാർ യഥാസമയം പങ്കെടുക്കുന്നതിൽ അസൗകര്യമുള്ളതിനാലാണ് കളി മാറ്റിവയ്ക്കേണ്ടി വന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 ഡിസംബറിൽ കളി വീണ്ടും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ക്യാമ്പ് ബാംഗ്ലൂർ ഐ സെൻറ്ററിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ 24 പ്ലെയേഴ്സാണ് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലെയേഴ്സിൽ ഏതാണ്ട് ഒരു 15ഓളം പ്ലെയേഴ്സ് കളിക്കാർ ഇവിടെ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി വരാൻ ഇരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു കളിയല്ല, അവർക്ക് കുറേ കളിക്കാരെ കാണണം. ആ കളിക്കാരുടെ കളി മികവ് കണ്ട് ഒരു തലമുറയാണ് നമ്മളെല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച കളിക്കാരില്ലാത്ത ഒരു ടൂർണമെൻറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും
ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ ഉള്ള പ്രയാസം എന്ന് പറയുന്നത് കളിക്കാരില്ലാത്തതാണ്. അപ്പോൾ അത് നമ്മളിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മികച്ച ഒരു സംഘാടന മികവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഫ്രണ്ട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് അവർ കമ്മിറ്റി ഒന്നിരുന്നു, വീണ്ടും ഒന്ന് വിപുലമായ തോതിൽ ഇരുന്നു കൊണ്ട് അടുത്ത ഡിസംബർ മാസം, വോളിബോളിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ്. ആ ഡിസംബർ മാസത്തോടു കൂടി വീണ്ടും ആ ചാമ്പ്യൻഷിപ്പ് പുനഃക്രമീകരിച്ച് നമ്മൾ നടത്തുന്നതാണ്. ചെയർമാൻ മജീദ് PA, കൺവീനർ മുനീർ BH, ട്രഷറർ ജമാൽ PC, ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഷൈജു എബ്രഹാം, കൺവീനർ ജയൻ വെള്ളിക്കോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ രൂപതയുടെ കീഴിൽ കാസർഗോഡ് തേടിയിൽ സ്ഥാപിതമായ പുതിയ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം ചൊവ്വാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ രൂപതയുടെ കീഴിൽ കാസർഗോഡ് തേളിയിൽ കാരുണ്യമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ പുതിയ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം ചൊവ്വാഴ്ച നടക്കും. കണ്ണൂർ രൂപത അധ്യക്ഷൻ മോസ്റ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല, സഹായ മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ ഡെന്നിസ് കറുപ്പശ്ശേരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകുന്നേരം ദേളി ജംഗ്ഷനിൽ നിന്നും കണ്ണൂർ രൂപത മെത്രാൻമാർക്ക് സ്വീകരണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കണ്ണൂർ രൂപതയുടെ കീഴിലെ 64ാമത്തെ ഇടവക ദേവാലയമായിട്ട് കാരുണ്യമാതാ ദേവാലയം വെഞ്ചരിക്കപ്പെടുകയാണ്. കണ്ണൂർ രൂപതയുടെ മെത്രാനായ അഭിവന്യ അലക്സ് പിതാവായിരിക്കും ഈ വെഞ്ചരിപ്പ് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ രൂപതയുടെ ഓക്സിലറി ബിഷപ്പായ അഭിവന്യ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവും, അതുപോലെ തന്നെ കണ്ണൂർ രൂപതയുടെ വികാരി ജനറലായ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് അച്ഛൻ്റെയും സാന്നിധ്യവും മറ്റ് കണ്ണൂർ രൂപതയിലെ വൈദികരുടെ സാന്നിധ്യവും ഉണ്ടാകും. നാളെ വൈകുന്നേരം 3 മണിക്കായിരിക്കും ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ഇടവക വികാരി ഫാദർ ജിനു ക്ലേറ്റസ്, പാരിഷ് സെക്രട്ടറി സേവിയർ PJ, കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ ജോയ്, ഫെർണാണ്ടസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുട്ടികളിൽ സാംസ്കാരിക ബോധവും കലയിലേക്കുള്ള താൽപര്യവും ഉണർത്തി മിട്ടി ഈസി ക്ലേ ആർട്ട് ഫോർ കിഡ്സ് ഏകദിന വർക്ക്ഷോപ്പ്. വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ മജീദ് തളങ്കര ഫൗണ്ടേഷൻ, വണ്ടർ നെസ്റ്റ് ഇന്റർനാഷണൽ, ദി സെക്കൻഡ് ഹോം എന്നിവയുടെ സഹകരണത്തിലായിരുന്നു വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മിട്ടി ഈസി ക്ലേ ആർട്ട് ഫോർ കിഡ്സ് ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളിൽ കണ്ടുവരുന്ന മൊബൈൽ സ്ക്രീൻ അഡിക്ഷൻ കുറച്ചു കൊണ്ടുവരുവാനും വീട്ടിലിരുന്ന് കളിക്കുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ക്രിയേറ്റീവായി ചിന്തിക്കുന്നതിനും കുട്ടികളെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടിച്ചും ഉപദേശിച്ചുമല്ല നന്നാക്കുവാൻ ശ്രമിക്കേണ്ടത്. അവരുടെ കയ്യിൽ നിന്നും മൊബൈൽ തട്ടിപ്പറിച്ചല്ല മൊബൈൽ ഉപയോഗിക്കാതിരിക്കുവാൻ ചെയ്യേണ്ടത്. മറിച്ച് രസകരമായ കളികളും അവർക്ക് രസകരമായി തോന്നുന്ന കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ഒപ്പം കൂടി ചേർത്ത് പിടിച്ച് മൊബൈൽ ഉപയോഗത്തിൽ നിന്നും പതുക്കെ അകറ്റണമെന്നതടക്കമുള്ള വിവിധ പാഠങ്ങൾ വർക്ക്ഷോപ്പ് പകർന്നേകി. ഷാർജ UAE ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴി അധ്യക്ഷത വഹിച്ചു. അക്കര ഫൗണ്ടേഷൻ CEO മുഹമ്മദ് യാസിർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ മാതാപിതാക്കളുമായി സംവദിച്ച് മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ജീവിതാനുഭവങ്ങളും പങ്കുവച്ചു. വൈദ്യശാസ്ത്രം, സോഷ്യൽ വർക്ക്, ആർട്സ് ആൻഡ് സയൻസ് മേഖലകളിൽ നിന്നുള്ള നിരവധി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ഇന്റേൺസും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ധന്യശ്രീ, പ്രോഗ്രാം കോർഡിനേറ്റർ വിവേക് എന്നിവർക്കൊപ്പം ശ്രീ പതഞ്ജലി മഹർഷി നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ കോളേജ്, സെന്റ് ജോസഫ് കോളേജ് പിലാത്തറ, ഭാരതമാതാ കോളേജ് തൃക്കാക്കര, ക്രിസ്റ്റ് ബാംഗ്ലൂർ, പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂരിൽ ദേശീയപാത നവീകരണ സ്ഥലത്ത് സുരക്ഷാ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്ക്. മട്ടലായിയിൽ മണ്ണിടിഞ്ഞ് വീണ് തൊഴിലാളി മരണപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. അപകടത്തെക്കുറിച്ച് മന്ത്രി AK ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സൈനികർക്കായി കാസർകോട്ടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന.
കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥന നടത്തിയിരുന്നു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMS ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റിലെ കാസർഗോഡിന്റെ അഭിമാന താരം റെഹാൻ സ്പോർട്സ് ലൈൻ അണ്ടർ-19 നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ. കാസർഗോഡിന് വേണ്ടി അണ്ടർ-19 നോർത്ത് സോൺ ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ റെഹാൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. റോട്ടറി കാസർഗോഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ കൈമാറും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.